എ പത്മകുമാർ CPM-ന് പുറത്തേക്കെന്ന സൂചന. സ്വർണ്ണക്കൊള്ളക്കേസിൽ വിശദീകരണം തേടി പാർട്ടി നോട്ടീസ് നൽകി. തപാലിലാണ് ജില്ലാ നേതൃത്വം നോട്ടീസ് നൽകിയത്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയതിൽ വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിന്റെ ഉള്ളടക്കം. വിശദീകരണം തേടിയ ശേഷം നടപടിക്ക് സാധ്യതയെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. നോട്ടീസ് നൽകിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പത്മകുമാറിനെ പുറത്താക്കിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ UDF LDF ഭരണകാല താരതമ്യ പരസ്യത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച കോൺഗ്രസ് നേതാവ്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുന്നംഗം ഷാരോൺ പനക്കലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പരസ്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. പരസ്യം സുപ്രീംകോടതി നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നാണ് ഷാരോൺ പനക്കൽ ആരോപിക്കുന്നത്. പൊതുമുതലിന്റെ ദുരുപയോഗമാണ് നടന്നത്. PRD ഉദ്യോഗസ്ഥർ ഭരണപക്ഷത്തിന്റെ ഏജന്റുമാരെ പോലെ പ്രവർത്തിച്ചു. പരസ്യത്തിന്റെ പണം ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കണമെന്നും അന്വേഷണം നടത്തണമെന്നുമാണ് ആവശ്യം. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നുണ്ട്. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 4ാം ദിവസത്തിലേക്ക് കടന്നു. അത്യാഹിത വിഭാഗത്തിലെ ഡ്യൂട്ടി ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് സമരം. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ശക്തമായി സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംഘടനകളുടെ തീരുമാനം. എന്നാൽ ഇപ്പോഴുള്ള സമരം അനാവശ്യമാണെന്നാണ് ആശുപത്രി മാനേജ്മെന്റുകളുടെ നിലപാട്. ആശുപത്രികളിൽ നഴ്സുമാരുടെ എണ്ണം കുറഞ്ഞത് രോഗികളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ആശുപത്രി സേവനം മുടങ്ങില്ലെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ആലപ്പുഴ പള്ളാത്തുരുത്തിയിൽ ഹൗസ് ബോട്ടുകൾക്ക് തീപിടിച്ചു. ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. ആളപായമില്ല. 2 ഹൗസ് ബോട്ടുകളാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. ഇതിൽ ഒരു ഹൗസ് ബോട്ടിൽ വിനോദസഞ്ചാരികളായ യാത്രക്കാരുണ്ടായിരുന്നു. ഇവർ തീ ശ്രദ്ധയിൽപ്പെട്ടതോടെ കായലിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. ഒരു ബോട്ടിലെ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അങ്ങനെയാണ് അപകടമുണ്ടായത്. എന്നാൽ ഒരു ബോട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ മറ്റു വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല. അതേസമയം തന്നെ വിനോദസഞ്ചാരികൾക്ക് കായലിലേക്ക് ചാടി രക്ഷപ്പെടേണ്ടി വന്നു. ഏതാനും ജീവനക്കാരും ഹൗസ് ബോട്ടുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവരും രക്ഷപ്പെട്ടു. ഹൗസ് ബോട്ടുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. പാചകവാതക പ്രതിസന്ധി സംസ്ഥാനത്തെ ജയിലുകളെയും ബാധിച്ചു തുടങ്ങി. പൂജപ്പുര സെൻട്രൽ ജയിലിലടക്കം സംസ്ഥാനത്തെ വിവിധ ജയിലുകളെയാണ് പ്രതിസന്ധി ബാധിച്ചു തുടങ്ങിയത്. ഇതോടെ തടവുകാർ ഉണ്ടാക്കി വിൽക്കുന്ന ഭക്ഷണങ്ങളിൽ ചിലത് ഒഴിവാക്കാനുള്ള തീരുമാനമെടുക്കാൻ ജയിൽ അധികൃതർ നിർബന്ധിതരായിരിക്കുകയാണ്. ഇതോടെ ജയിൽ വകുപ്പിന്റെ ഫുഡ് കൗണ്ടറുകളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തിൽ കുറവ് വന്നു തുടങ്ങും. ഏജൻസികൾ പാചകവാതക സിലിണ്ടറുകൾ കുറച്ചതോടെയാണ് ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നത് കുറയ്ക്കാൻ ജയിൽ അധികൃതർ തീരുമാനിച്ചത്.